ഹായ് നമസ്കാരം ഉണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇങ്ങോട്ട് നോക്കിയാണ് ഇത് അതേമാതിരിക്കുള്ള റബ്ബറുകളാണ് നിങ്ങൾ ഇതേമാതിരിക്കുള്ള റബ്ബറുകളിൽ ഈ കാണുന്ന ഒരു 3 ഏക്കർ 24 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് ഇന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന്റെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യുക. പിന്നെ നിങ്ങളെ വീടോ സ്ഥലം പ്രോപ്പർട്ടി എന്തെങ്കിലും സെയിൽ ചെയ്യാണ്ടെങ്കിൽ അതിന് താഴെ കാണുന്ന ഞങ്ങളെ നമ്പറിൽ കോൺടാക്ട് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്കൊന്ന് പോയോക്കാം. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോളേ ഒരൊറ്റ പീസ് സ്ഥലമാണ് കേട്ടോ ഇതാക്കണ ഈ കാണുന്നത്. മൊത്തം 3 ഏക്കർ 24 സെന്റ് സ്ഥലം ഇതാക്കണം. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ് കേട്ടോ. അതിന്റെ അതിര് ഇതാക്കണം. ഇവിടെയാണ് നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് അതിര്. ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാണ്. ഇവിടുന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് കിടക്കാൻ കേട്ടോ. പിന്നെ ഇതാക്കണം ടാറിങ് റോഡാണ്. ഏത് വാഹനങ്ങൾ വേണേലും വരാൻ സൗകര്യത്തിനുള്ള വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാക്കണേ നമ്മളെ പ്ലോട്ടിന്റെ താഴെ ഭാഗത്തും നമുക്ക് എക്സ്ട്രാ വേറെ റോഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇതാക്കണേ ഇവിടുന്ന് അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മളെ പ്ലോട്ട് ഇവിടുന്ന് തുടങ്ങാണ്. ഇതാക്കണേ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ഒക്കെ നമ്മളെ പ്ലോട്ടിന്റെ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് വേറെ കറണ്ടിന്റെ കണക്ഷനോ കാര്യങ്ങളൊക്കെ എടുക്കണമൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഉള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ ഇതാക്കണേ ഇനിയിപ്പോൾ ഭാവി നമ്മൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു കിണറോ അല്ലെങ്കിൽ ബോർവെല്ലോ ഒക്കെ ആക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്ത പ്ലോട്ടിൽ ഇതാക്കണം. ഇവിടെ ഒരു ബോർവെല്ല് ഇപ്പം നിലവിലുണ്ടാവും. തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ ഇതാക്കണേ ഇവിടെ ഒരു ബോർവെല്ലുണ്ട്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമ്മളെ പ്ലോട്ടിൽ ബോർവെൽ അല്ലെ സാധാ കിണറൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്ന ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് പോയിട്ട് നമ്മുടെ പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണം. നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ ഏകദേശം ഒരു 100 മീറ്ററോളം നമുക്ക് റോഡ് ഫ്രണ്ടേജ് തന്നെ ഉണ്ട് കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് പോയിട്ട് നോക്കാം. അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ട് വരുന്ന നമ്മളെ കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാടിന് ഏകദേശം ഒരു 30 കിലോമീറ്റർ മാത്രം മാറിയിട്ട് മാലക്കല്ല് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. മാലക്കല്ല് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 700 മീറ്റർ ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ. നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ പഞ്ചായത്തും അതുപോലെ വില്ലേജും നമുക്ക് കള്ളാറാണ് വരുന്നത് കേട്ടോ. പിന്നെ നമുക്ക് താലൂക്ക് വരുന്ന വെള്ളരിക്കുണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് നമ്മളെ പ്ലോട്ടിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം എന്താക്കണം, നമ്മൾ ഈ പ്ലോട്ടിന്റെ ചുറ്റുപാടും ഉള്ള എന്താ പറയാ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാതാക്കണം. അടുത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. അടുത്തൊക്കെ ആൾത്താമസമൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്തൊക്കെ ഫുള്ള് തേനീച്ച കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാക്കണേ ഈ കാണുന്ന തന്നെയാണ് നമ്മളെ സ്ഥലം കേട്ടോ. നമുക്ക് പ്ലോട്ടിനകത്തോട്ട് പോയിട്ട് അതിനകത്തുള്ള റബ്ബറും കാര്യങ്ങളും മൊത്തത്തിൽ ആ ഒരു ഡീറ്റെയിൽ ഒക്കെ ഒന്ന് പോയിട്ട് നോക്കാം നമുക്ക്. അപ്പൊ നിങ്ങൾ വരും ഇതാക്കണം. ഇപ്പൊ ഇതേമാതിരത്തെ ഒരു 400ഓളം റബ്ബറുകളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത് കേട്ടോ. ഒന്ന് നോക്കിയ ടാപ്പിംഗ് ആക്കിയ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു ഇതാക്കണം. ഇപ്പൊ നിരവധി എ പട്ട കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ബി പട്ടതാ ഇത്രയാണ് ഇപ്പൊ ടാപ്പിംഗ് ആക്കിയിട്ടുള്ളത് കേട്ടോ. ടാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എവിടെ ഒരു മുഴ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെയാണ് ടാപ്പിംഗ് ആക്കിയിട്ടുള്ളത്. ഇപ്പൊ നിലവിൽ അവര് ഒട്ടുപോലാക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അതെ ഇപ്പൊ ഇങ്ങനത്തെ ചെറിയ മരങ്ങളൊന്നും ഇപ്പൊ ഇതിനകത്ത് കണക്ക് കൂട്ടിയിട്ടില്ല. ഇപ്പൊ ടാപ്പിംഗ് ആക്കിക്കൊണ്ടിരിക്കുന്ന മരങ്ങൾ മാത്രമാണ് 400ഓളം മരങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത്. ഇതൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നല്ല നല്ല മരങ്ങളും കാര്യങ്ങളൊക്കെ ആട്ടോ. ടാപ്പിംഗ് ആക്കുന്നതാണെങ്കിലും ഒക്കെ എവിടെ ഒരു കുഴപ്പമോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ലൈനൊക്കെ ഉണ്ടല്ലോ, ഫുള്ള് പ്ലാറ്റ്ഫോറൊക്കെ എല്ലാം നീറ്റായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. നല്ല രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുനടക്കണം തന്നെയാണ് കേട്ടോ. എന്താ പറയാ ഏത് പ്രായക്കാർക്ക് വേണേലും പാലെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഷീറ്റ് അടിക്കാനാണെങ്കിലും അല്ല ടാപ്പിംഗ് ആക്കാനാണെങ്കിലും പാലെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ്. പ്ലാറ്റ്ഫോറൊക്കെ നല്ല ക്ലിയറിൽ കിടക്കുന്നതാണ്. പിന്നെ നമുക്ക് എന്താ പറയാ ഷീറ്റ് അടിക്കാൻ ഇപ്പൊ നിലവിൽ പാടൊരു മെഷീൻ വരെയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവിടെയാണ് ഉള്ളത്. ഇനി നമ്മളീ ഒരു പ്ലോട്ട് ചെറിയൊരു ചെരിവുണ്ട്. ഒരു ഏക്കറോളം സ്ഥലം ചെറുങ്ങനെ ചെരിവുണ്ട് കേട്ടോ. അപ്പൊ ഇതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള ഈ ഒരു ഭാഗത്തു നിന്നുള്ളൊരു ഏകദേശം വ്യൂ ഇപ്പൊ ഈ കാണുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു പ്ലോട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു വീടൊക്കെ വെച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഇതാക്കണം. ഈ റോഡ് സൈഡിനോട് ചേർന്ന് ഇവിടെ ഇപ്പൊ ഏകദേശം ഒരുവിധം ലെവലായി കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഒന്ന് നീക്കം വലിച്ചൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തന്നെ റോഡ് സൈഡിനോട് ചേർന്നിട്ട് തന്നെ വീടെല്ലാം വെക്കാം. നമുക്കൊരു 700 മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മളെ മാലക്കല്ല് ടൗണിലേക്ക് എത്തിട്ടോ. ടൗണും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത് തന്നെയാണ്. 1 കിലോമീറ്റർ പോയാൽ മതി. പിന്നെ നമുക്ക് സ്കൂളുകളാണെങ്കിലും നമുക്ക് ഈ മാലക്കല്ല് ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഹയർ സെക്കൻഡറി സ്കൂളുണ്ട്. അതുപോലെ തന്നെ ചർച്ച് ആണെങ്കിൽ നമുക്ക് മാലക്കല്ലും ചർച്ചുണ്ട്. കള്ളാർ എത്തിക്കഴിഞ്ഞാൽ അവിടെയും ചർച്ച് ഉണ്ട് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ല സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടൗണും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഇനി നമുക്ക് അടുത്ത് ഇതാക്കണം നമ്മളെ ഷീറ്റ് അടിക്കാനൊക്കെ സൗകര്യത്തിന് ഇപ്പൊ ഇതിനകത്ത് ഒരു മെഷീൻ ഉണ്ട്. അപ്പൊ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോ വേണമെങ്കിൽ നമുക്ക് വെള്ളത്തിന്റെ സൗകര്യത്തിന് ഒരു ബോർവെല്ലോ അല്ലെങ്കിൽ ഒരു കിണറൊക്കെ ആക്കി കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നതാണ് കേട്ടോ. നമ്മളെ പ്ലോട്ടിലോട്ട് വരുന്ന വഴി നമുക്ക് തൊട്ടടുത്തുള്ള പ്ലോട്ടിൽ ബോർവെല്ല് കാണിച്ചു തന്നില്ലേ. അപ്പൊ ഇതാക്കണേ മെഷീൻ വരെയാണ് ഇപ്പൊ ഈ കാണുന്നത്. 2 മെഷീനുണ്ട്, പ്ലെയിനും ഉണ്ട്, അച്ചും ഉണ്ട്. അപ്പൊ നമ്മളെ മെഷീൻ വരെയൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള മെഷീൻ വരെയൊക്കെ കേട്ടോ. നമുക്ക് ഷീറ്റ് അടിക്കാനാണെങ്കിലും അതുപോലെ പാലെല്ലാം ഉറ വെച്ച് വെക്കാനാണെങ്കിലും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒന്ന് ഡ്രസ് വർക്കെല്ലാം ചെയ്ത് ഷെഡൊക്കെ ആക്കി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളെ മെഷീൻ വരേന്റെ ഒരു ഏകദേശ വ്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് തന്നെയാണ്. പ്ലാറ്ററൊക്കെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ക്ലിയർ ആയി കിടക്കണം കേട്ടോ. ഏത് പ്രായക്കാർക്ക് വേണേലും എന്താ പറയാ ടാപ്പിംഗ് ആക്കിക്കൊണ്ട് നടക്കാനാണെങ്കിലും പാലെടുത്തോണ്ട് നടക്കാൻ, വീട്ടിൽ പെണ്ണുങ്ങൾക്ക് പാലെടുത്തോണ്ട് നടക്കാനാണെങ്കിലും ഒക്കെ സുഖമാണ് കേട്ടോ. ഏത് പാതിരാത്രിക്ക് ഇറങ്ങാം എന്താ പറയാ ടാപ്പിംഗ് ആക്കാനൊക്കെ നോക്കിയാണെങ്കിൽ നല്ല ക്ലിയറിൽ കിടക്കാണ്.
നല്ല നീറ്റായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇവിടുന്ന് കുറച്ച് ചെറിയ ചെരിവുണ്ട് ഈ താഴെ ഭാഗത്തോട്ട്. അപ്പൊ ഇങ്ങനെയാണ് നമ്മളെ പ്ലോട്ടിന്റെ ഒരു ഏകദേശം വ്യൂ. ഇപ്പൊ ഈ സെന്റർ ഭാഗത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത് കേട്ടോ. ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ടുള്ള ഒരു മൊത്തത്തിലുള്ള വ്യൂ ആണ് ഇപ്പൊ കാണുന്നത്. അവിടെ നോക്കി നല്ല റബ്ബറുകളാണ് കേട്ടോ. ഒക്കെ നല്ല നല്ല ഒന്നിനൊന്നിനും മെച്ചമായിട്ടുള്ള നല്ല നല്ല റബ്ബറുകൾ തന്നെയാണ്. ഒക്കെ 105 ഇനത്തിൽ പെട്ടിട്ടുള്ള റബ്ബറാണ് കേട്ടോ. ഒക്കെ നോക്കി അത്യാവശ്യം നല്ല വണ്ണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നും ടാപ്പിംഗ് ആക്കി നശിപ്പിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടോ. ഇനിയിപ്പോ നമുക്ക് ഈ ഒരു സ്ഥലം 1 ഏക്കർ വേണമെങ്കിൽ 1 ഏക്കർ ആയാലും 2 ഏക്കർ ആണെങ്കിൽ 2 ഏക്കർ. ഇനിയിപ്പോ അതെല്ലാം മൊത്തത്തിൽ എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഇവർ കൊടുക്കാൻ റെഡിയാണ് കേട്ടോ. പിന്നെ ഇതാക്കണ് അടുത്ത ചുറ്റുപാടൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ആൾതാമസമൊക്കെ ഒരുപാടുള്ള നല്ലൊരു പ്രദേശത്തിന് കേട്ടോ. സൈലന്റ് ആയ ഒരു ഏരിയ ആണ്. അടുത്ത് നമുക്ക് കാണാനുള്ള നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് എന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നിട്ടില്ല. നിങ്ങൾക്ക് ഇനി അതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ അതാക്കണ് ഏകദേശം അവിടം വരെയാണ് നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് അതിര് എൻ്റെ ഇവിടം വരെയാണ് വരുന്നത്. ഒരു 100 മീറ്ററോളം നമുക്ക് ടാറിങ് റോഡ് ഫ്രണ്ടേജ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ പോകുകയെന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ വീടുകളുണ്ട്. അവിടെ മേലെ ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ വീടുകളുണ്ട്. ഇവിടം വരെയാണ് ഫ്രണ്ടേജ് അതിര് എൻ്റെ വരുന്നത് കേട്ടോ. അപ്പൊ അത്യാവശ്യം നല്ലൊരു സ്ഥലം തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മളെ സ്ഥലത്തിന്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽ എന്നൊക്കെ പറഞ്ഞാൽ കേട്ടോ. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നല്ലൊരു കുഴപ്പമില്ലാത്തൊരു നല്ല അടിപൊളി ഒരു കിടിലം പ്ലോട്ടാണ് കേട്ടോ. മൊത്തം 3 ഏക്കർ 24 സെന്റ് സ്ഥലമാണ്. വീടൊക്കെ വെച്ച് താമസിക്കുകയാണെങ്കിലും അതിനൊക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഏത് വാഹനം വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലത്തെ 400ഓളം റബ്ബർ മരങ്ങളാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിനകത്തുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറഞ്ഞാൽ സെന്റിന് വെറും 20,000 രൂപയാണ് ചോദിക്കുന്നത്. അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു സ്ഥലം എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റ് ഓണറുമായിട്ട് എത്രയും പെട്ടെന്ന് ഒന്ന് കോൺടാക്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ കാസർഗോഡ് ജില്ലയിലോ കണ്ണൂർ ജില്ലയിലോ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ട് വിളിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ നമ്പർ 98 95 18 18 86 ഈ ഒരു സ്ഥലത്തിൻ്റെ എന്ത് ഡീറ്റെയിൽ കാര്യത്തിനും ഇതിൻ്റെ ഓണറിൻ്റെ നമ്പറിൽ മാത്രം കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു കിടിലം പ്ലോട്ടിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണാം കേട്ടോ. ബൈ.